ഇത് കണ്ടോ ഇങ്ങള്? ഇതൊക്കെ അല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേണ്ടിയത്. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ തന്നെ ബിസിനസ്സിനോടുള്ള പൂതിയും പിന്നെ ഓൽക്കിത് ചെയ്യണമെന്ന് തോന്നലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയും ഇതൊക്കെ ഈ കുട്ടികൾക്ക് തന്നെ ഇത്ര ചെറുപ്പത്തിൽ തോന്നുമ്പോഴേ അപ്പം നമുക്ക് ഇതൊക്കെ ഒരു അഭിമാനമാണ് സത്യത്തിൽ. ഇതൊക്കെ കാണുമ്പോഴല്ലേ കേസ് നമുക്ക് നമ്മളെ ചെറുപ്പകാലമൊക്കെ വല്ലാതെ മിസ് ചെയ്യുക. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിനോടും പൈസ ഉണ്ടാക്കണം എന്നുള്ള പൂതിയൊക്കെ ഓലെ മനസ്സിൽ വരുമ്പോൾ അത് നല്ലൊരു സംഭവമാണ് അല്ലേ. സ്കൂൾക്ക് പോകാനൊന്നല്ല കേട്ടോ, സ്കൂൾ വിട്ട് വന്നിട്ടില്ല കുറച്ച് സമയത്താണ് ഇവരിത് ഉണ്ടായിക്കണത്. പിന്നെ ഇപ്പം ഇനി ക്രിസ്മസിന് ലീവും വരികയല്ലേ, അന്നും കൂടി ഇവരിത് വമ്പനാക്കുമെന്നാണ് പറയണത്. വലിയ മുതൽ മുടക്കുള്ള സാധനങ്ങളൊന്നും അല്ല ഇതിൽ ഇട്ടിക്കണത്. നമ്മൾ ഈ കുടിയിലൊക്കെ എല്ലാ സാധനങ്ങളാണ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ കറൂത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഇട്ട് വെച്ചിക്കണത് കേട്ടോ. പിന്നെ ഓരോരുത്തർ ഒരു പൈസപ്പെട്ടിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതിക്ക് ആ പൈസയൊക്കെ ഇടുമ്പോൾ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഓലെ കാണാൻ. ഓലെ അധ്വാനിച്ച മുതൽ എന്നുള്ളൊരു ഇത് ഓലെ മനസ്സിൽ വരുന്നുണ്ട്. കുട്ടികൾ വരെ ഹൈടെക്കായി മക്കളെ, നിങ്ങളിങ്ങനെ കുത്തിരുന്നോളി, ഒന്നൊന്നും കാട്ടാതെ അന്തം മുട്ട് ഇങ്ങനെ ഇരുന്നോളി കേട്ടോ. ആ അന്തം മുട്ടൽ തന്നെ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കി. പിന്നെ പറഞ്ഞാലേ ഈ കാലമൊന്നും ഇനി തിരിച്ചു കിട്ടൂല. അപ്പം മക്കൾ ഇങ്ങനത്തെ എന്തെങ്കിലും പൂതി പറയണമെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിന്നോടുക്കിട്ട് നിങ്ങൾ. എന്താ ചെയ്യലേ, ഒന്നും ചെയ്യാതെ അതപ്പം നല്ലത്. ഈ കാര്യത്തിൽ ഞാൻ പറയില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്തോളി, അതേ കാര്യം നല്ലത്. അപ്പോൾ ബാക്കി നാളെ കേട്ടോ.